നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് മുൻവർഷ മലയാളം ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, അർജുനൻ്റെ അമ്പുപോലെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അർജുനൻ്റെ അമ്പുപോലെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ബഹുമുഖം എന്നാണ് കേട്ടോ. നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. വ്യർത്ഥമായി പോവുക, അങ്ങനെയാണോ അർജുനൻ്റെ അമ്പ്? അല്ല. വേഗത്തിൽ പോകുന്നത്, ഒടുവിലത്തെ ആയുധം. ഇവിടെ അർജുനൻ്റെ അമ്പുപോലെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ബഹുമുഖം എന്നാണ് കേട്ടോ. അർജുനൻ്റെ അമ്പുപോലെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ബഹുമുഖം എന്നാണ്. അടുത്ത ചോദ്യം, ആയം എന്നതിൻ്റെ വിപരീത പദം ഏത്? എന്താണ് ആയം എന്നതിൻ്റെ വിപരീത പദം? ആയം എന്നതിൻ്റെ വിപരീത പദമാണ് വ്യയം. ആയം, വ്യയം. അപ്പം ആയം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? വ്യയം. പാമ്പ് എന്നതിൻ്റെ സമാന പദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതേതാണ്? പാമ്പിൻ്റെ സമാന പദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ചോദിക്കുന്നത്. പാമ്പിൻ്റെ സമാന പദമായിട്ട് നമുക്ക് അഹി ഉപയോഗിക്കാം, ഭോഗി ഉപയോഗിക്കാം, വ്യാളം ഉപയോഗിക്കാം. അപ്പോൾ സൂകരമാണ് പാമ്പിൻ്റെ പര്യായ പദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്. പാമ്പിൻ്റെ പര്യായ പദമായിട്ട് അല്ലെങ്കിൽ സമാന പദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്താണ്? പാമ്പിൻ്റെ സമാന പദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് സൂകരമാണ്. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പശ്ചാത്താപമാണ് ശരിയായിട്ടുള്ള പദം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ദ്രോഹം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കും എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ദ്രോഹം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കും എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാ? ഉർവശി ശാപം ഉപകാരം, ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും, ഇറക്കമുണ്ടെങ്കിൽ ഏറ്റമുണ്ട്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ഇതിൽ ദ്രോഹം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കും എന്ന് സൂചിപ്പിക്കുന്ന ആ അർത്ഥം വരുന്ന പഴഞ്ചൊല്ലെന്ന് പറയുന്നത് ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്നതാണ്. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായിട്ടുള്ള സന്ധി നിയമം വരുന്നത് ഏതാണ്? ഈ ഓപ്ഷൻസിൽ 800, അക്കാലം, ചാടിക്കടന്നു, മിന്നൽ പിണർ. ഇതിൽ 800 എന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള സന്ധി നിയമം വരുന്നത്. നമ്മൾ സന്ധികൾ ഓരോന്നും എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സന്ധികളെ പറ്റിയുള്ള ആ ക്ലാസ് ഒന്ന് പോയി എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, വാക്യഘടന എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും? വാക്യഘടന എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കുന്നത്? വാക്യത്തിൻ്റെ ഘടനയാണ് വാക്യഘടന. എന്താണ്? വാക്യത്തിൻ്റെ ഘടനയാണ് വാക്യഘടന. അപ്പോൾ അർജുനൻ്റെ അമ്പുപോലെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ബഹുമുഖം എന്നാണ്. ദ്രോഹം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്നത്. പാമ്പിൻ്റെ സമാന പദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അഹി, ഭോഗി, വ്യാളം എന്നിവയാണ്. സൂകരം പാമ്പിൻ്റെ പര്യായ പദം അല്ലെങ്കിൽ സമാന പദമല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തേജസ്വിനി എന്ന പദത്തിൻ്റെ എതിർപദം ഏതാണ്? തേജസ്വിനി എന്ന പദത്തിൻ്റെ എതിർപദം ഏതാണ്? എതിർലിംഗ പദം ഏതാണ്? തേജസ്വിനിയുടെ എതിർലിംഗ പദം തേജസ്വിയാണ്. തേജസ്വി, തേജസ്വിനി. തേജസ്വിനി എന്നതിൻ്റെ എതിർലിംഗ പദം തേജസ്വി. ഗുരുക്കൾ എന്ന പദം ഏത് വചന വിഭാഗത്തിലാണ് പെടുന്നത്? ഗുരുക്കൾ ഏത് വചനമാണ്? ഗുരുക്കൾ പൂജക ബഹുവചനമാണല്ലേ. ഗുരുക്കൾ എന്ന പദം ഏത് വചന വിഭാഗത്തിലാണ്? അത് പൂജക ബഹുവചനത്തിലാണ് പെടുന്നത്. അടുത്തത്, ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ട് അതിഥി എന്നെഴുതിയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അങ്ങാടിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തുള്ളവർ അറിയണമെന്നില്ല, വലിയ രഹസ്യങ്ങൾ എല്ലാവരും അറിയില്ല, നിസ്സാരന്മാരായവർക്ക് മഹത് കാര്യങ്ങളെക്കുറിച്ച് വല്ലതും അറിയുമോ, കാര്യങ്ങൾ അറിയാതെ നടക്കുന്ന ജീവിയാണ് ആട്. ഇതിലേതാണ് ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി ആണ്. നിസ്സാരന്മാരായവർക്ക് മഹത് കാര്യങ്ങളെക്കുറിച്ച് വല്ലതും അറിയുമോ എന്നതാണ് ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എബൌട്ട് ഫേസ് എന്നതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ്? എബൌട്ട് ഫേസ് എന്നതിൻ്റെ ശരിയായ തർജ്ജമയാണ് നയം മാറ്റൽ. എബൌട്ട് ഫേസ് അതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ്? നയം മാറ്റൽ.
തിരിച്ചറിയാനുള്ള അടയാളം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? തിരിച്ചറിയാനുള്ള അടയാളം പ്രത്യഭിജ്ഞാനമാണ്. തിരിച്ചറിയാനുള്ള അടയാളം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കാവുന്ന പദം ഏതാണ്? പ്രത്യഭിജ്ഞാനമാണ്. തേൻ എന്ന പദത്തിൻ്റെ പര്യായ പദമായിട്ട് വരുന്നത് എന്താണ്? തേൻ എന്ന പദത്തിൻ്റെ പര്യായ പദമായിട്ട് വരുന്നത് ഏതാ? മകരന്തമാണ്. തേൻ, മകരന്തം. തേനിൻ്റെ പര്യായ പദം ഏതാണ്? മകരന്തം. പോയി അധികം ഇരുന്നു എന്നത് സന്ധി ചെയ്യുമ്പോൾ ഏത് സന്ധിയിലാണ് പെടുന്നത്? പോയി അധികം ഇരുന്നു എന്നത് സന്ധി ചെയ്യുമ്പോൾ അത് ലോപസന്ധിയിലാണ് വരുന്നത് കേട്ടോ. സന്ധി നിയമങ്ങളെ പറ്റിയുള്ള ക്ലാസ് എല്ലാവരും ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. പോയി അധികം ഇരുന്നു എന്നത് സന്ധി ചെയ്യുമ്പോൾ ഏത് സന്ധിയിൽ പെടുന്നു? അത് ലോപസന്ധിയിലാണ് പെടുന്നത്. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പിശുക്കുകാട്ടൽ, കണക്കുകൂട്ടിയുള്ള ജീവിതം, പരിമിത വസ്തു, ഗുണമുള്ള വസ്തു. ഇതിൽ എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം പരിമിത വസ്തു എന്നാണ്. എണ്ണിച്ചുട്ട അപ്പം എന്താണ്? പരിമിത വസ്തു. അവിടെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമുക്ക് എന്താ കണക്ക് കൂട്ടിയുള്ള ജീവിതമാണെന്നൊക്കെ തോന്നും. അതല്ല, ശരിയായിട്ടുള്ളത് പരിമിത വസ്തുവാണ്. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം പരിമിത വസ്തുവാണ്. തിരിച്ചറിയാനുള്ള അടയാളം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദമാണ് പ്രത്യഭിജ്ഞാനം. അതുപോലെ തേൻ എന്ന പദത്തിൻ്റെ പര്യായ പദമായിട്ട് വരുന്നത് മകരന്തമാണ്. പോയി അധികം ഇരുന്നു എന്നത് സന്ധി ചെയ്യുമ്പോൾ ലോപസന്ധിയാണ്. എബൌട്ട് ഫേസ് എന്നതിൻ്റെ ശരിയായ തർജ്ജമയാണ് നയം മാറ്റൽ.